ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ ചന്ദ്രമോഹൻ വന്നതറിഞ്ഞ് കല്ലുമുളയും കെട്ടിപ്പിടിച്ച് റൂമിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ചന്ദ്രമോഹൻ തുളസിയെയും കാത്ത് ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. തുളസി ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. കാറ് കാണുമ്പോൾ തന്നെ തുളസിക്കാണെങ്കിൽ വല്ലാത്തൊരു പകപ്പാണ് ഉണ്ടാകുന്നത്. അയാളാണെങ്കിൽ ഓട്ടോയ്ക്ക് കൊടുത്ത ബാക്കി പോലും വാങ്ങാതെ വീട്ടിനകത്തേക്ക് ഓടി എത്തുകയാണ്. അങ്ങനെ എല്ലാവരുടെയും നോക്കുമ്പോൾ ചന്ദ്രമോഹൻ തുളസി എല്ലാവരുടെയും നോക്കുന്നത് കാണുന്നുണ്ട്. അതെ തുളസിയേട്ടാ, ഞാനിത് എവിടെയുണ്ട്, താൻ എന്തിനാടോ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഞാനെന്തിനാ വന്നതെന്നും തുളസിയേട്ടൻ അറിയില്ലേ? വേണ്ട, താൻ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാനും താല്പര്യമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും താൻ പോകാൻ നോക്കും. താൻ വന്ന കാര്യം ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തുളസിയേട്ടാ അങ്ങനെ പറഞ്ഞാൽ മതിയോ? നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ആടോ, കരാറുണ്ടായിരുന്നു. എല്ലാ കരാറിനും ഓരോ കാലാവധിയുണ്ട്. അത് കഴിഞ്ഞാൽ അതങ്ങ് നിലയ്ക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ കാലാവധി കഴിയുന്ന കരാറല്ലല്ലോ തുളസിയേട്ടാ നമ്മൾ തമ്മിലുള്ളത്. പിന്നെ എന്ത് കരാറാടോ നമ്മൾ തമ്മിലുള്ളത്? ദേ നോക്ക്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും താൻ പോകുന്നതായിരിക്കും നല്ലത്. കല്ലുമോളി തരുന്ന പ്രശ്നമില്ല. കല്ലുമോളി ഇപ്പോഴേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനാണെന്ന് ഇങ്ങനെ പറയുന്നു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കല്ലുമോളി ഇതേപോലെ ജീവനായിട്ട് സ്നേഹിക്കാൻ ഒരാൾ കൂടെ അവിടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ട് ജീവിതമില്ലാതെ ഇരിക്കുന്ന ഒരാൾ. ഇനി ആകെ അയാളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് തൻ്റെ ചോരയിൽ ജനിച്ച ഈ കുഞ്ഞു മാത്രമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ കുഞ്ഞിനെ തിരികെ കൊടുത്തേ മതിയാവുള്ളൂ. ഇത് കേട്ടിട്ട് തുളസീധരൻ പറയുന്നുണ്ട്, എവിടെയായിരുന്നടോ ഇത്രയും കാലം നിങ്ങളൊക്കെ? അത് ഞാൻ 2 കൊല്ലം ഗൾഫിലായിരുന്നു. അതുകൊണ്ടാണ് വിളിക്കാനും പറയാനും പറ്റാതിരുന്നത്. പിന്നെ മേനോൻ സാറ് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടപ്പിലായിരുന്നു. ഇപ്പോഴാണൊന്ന് റിക്കവർ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലുമോളി ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, അങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ വേണ്ടിയിട്ടേ കല്ലുമോളി ഇവിടെ ആർക്കും ഒരു ബാധ്യതയല്ലെന്ന് പറയുകയാണ്. ഏട്ടൻ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നുമല്ലല്ലോ സംസാരിച്ചിരുന്നത്. ഏട്ടൻ എത്ര പ്രാവശ്യം കല്ലുമോളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു? ആടോ, വിളിച്ചിരുന്നു. 3 മാസം പ്രായമുള്ളപ്പോൾ കല്ലുമോളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ വിളിച്ചിട്ടില്ല. ഇപ്പോഴേ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടിട്ട് തനിക്ക് എന്തെങ്കിലും തോന്നിയോ? ഒന്നും തോന്നിയില്ല. പൊന്നുപോലെ വളർത്തിയിരിക്കുന്നു. ആടോ, അതുപോലെ പൊന്നുപോലെ തന്നെ വളർത്തും. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ മോള് പിഴച്ചവളല്ലാന്നറിയാം. അതുപോലെ കല്ലുമോൾ ആരാണ് എന്താണെന്നറിയാം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കല്ലുമോളുടെ അമ്മ മീനാക്ഷിയും പിന്നെ ഈ നാട്ടുകാർ മാത്രം മതിയോടോ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്. ഞങ്ങളിനി അന്തസ്സായി വളർത്തിക്കോളാം. മര്യാദയ്ക്ക് താൻ പോവാൻ നോക്ക്. ചേട്ടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഈ കുഞ്ഞിനെ ലാളിച്ച് താരാട്ടി വളർത്തണമെന്ന് കരുതിയ മേഡം ഉണ്ടായിരുന്നു. ആ മേഡം എന്നേക്കുമായിട്ട് വിട പറഞ്ഞു പോയി. പിന്നെ ആ സാറിന് ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തരാൻ പറ്റുകയില്ലെന്ന് പോയി തൻ്റെ സാറിനോട് പറഞ്ഞേക്ക്. അതായിരിക്കും നല്ലത്. അങ്ങനെ തരാൻ പറ്റില്ലെന്ന് പറയാനായിട്ട് കഴിയുമോ? എന്താ കഴിയാതെ? എൻ്റെ മോൾക്കില്ലാത്ത ഒരവകാശവും ഇനി ഈ പറയുന്ന സാറുമാർക്കൊന്നും വേണ്ട. എത്ര ലക്ഷം രൂപയാ തനിക്ക് ഞങ്ങൾ തിരിച്ചു തരാനുള്ളത്? വേണമെങ്കിൽ അത് തിരിച്ചു തരാം. ഏട്ടാ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. കീടനാശിനി വാങ്ങാൻ പോലും ഒരുമിച്ച് കുടുംബത്തോടെ മരിക്കാൻ കീടനാശിനി വാങ്ങാൻ പോലും കാശില്ലാതിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ഒരു നിമിത്തമായിട്ട് വന്നത്. അതേടോ എല്ലാം അറിയാം. കഥ വിശദീകരിക്കാനും നിൽക്കേണ്ട. അതുകൊണ്ട് തൻ്റെ മുതലും പലിശയും എത്രയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ തന്നോളാം. എനിക്ക് നന്നായിട്ട് അറിയാം ചേട്ടൻ ഞാൻ തന്ന പൈസയിൽ നിന്നും അല്ലെങ്കിൽ കല്ലുമോൾ ജന്മം കൊണ്ടുവന്ന പൈസയിൽ നിന്നും ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, 4 ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കല്ലുമോൾക്ക് വില പറയാനായിട്ട് കഴിയില്ല. ആ സാറെന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒരുപാട് പൈസയുള്ള കൂട്ടത്തിലാണ്. സാർക്ക് പൈസയല്ല വേണ്ടത്, തൻ്റെ കുഞ്ഞിനാണ് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചേട്ടൻ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്കാർക്കും കല്ലുമോളെ തിരിച്ചു തരാൻ പറ്റില്ല. അവളിപ്പോഴേ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. അവളെ തിരിച്ചു തരിക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഇങ്ങനെ തുളസി പറയുകയാണ്. ചേട്ടനും കുടുംബവും ആ കുഞ്ഞിനെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എത്ര കോടി രൂപ തനിക്ക് തൻ്റെ സാറിന് തരാൻ കഴിയും? 30 കോടി 300 കോടി? അതെ, തൻ്റെ സാറ് സമ്പാദിച്ച ഒരു തുകയ്ക്ക് പോലും അല്ലെങ്കിൽ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഒരു സ്വത്തിന് ഞങ്ങൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിന് പകരമാവില്ല. അതുകൊണ്ട് വെറുതെ വാചകം പഠിക്കാതെ പോവാൻ നോക്കുന്നതായിരിക്കും നല്ലതെന്നിങ്ങനെ ചന്ദ്രമോഹനും തുളസീധരൻ പറയുന്നു. ചേട്ടാ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കൈമാറേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോൾ, താൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇപ്പം ഞങ്ങൾക്ക് ആർക്കും അവളെ വിട്ടുതരാൻ മനസ്സില്ലെന്നിങ്ങനെ തുളസീധരൻ വാക്കുകൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം ആശാനും ഫിലോമിനയും ആ മുറ്റത്തങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്ന ആള് തന്നെയാണെന്ന് തോന്നുന്നു. ആശാൻ പറയുന്നുണ്ട്, അതെ ഈ കാറ് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഓർമ്മയുണ്ട്. ശരി തന്നെയാണ്, കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാണ്. എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തുളസീധരൻ ചേട്ടൻ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, മാന്യമായിട്ട് സംസാരിച്ച് വിടുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടുകാരോട് വെറുതെ നല്ലല്ലോ, നമ്മൾ ഇടപെടുമെന്നൊക്കെ പറയുകയാണ് ഫിലോമിനയും ആശാൻ. അങ്ങനെ ഇടപെടേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം വന്നിരിക്കുന്ന ആൾ ഇത്തിരി വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ക്ഷമിക്കാം. പിന്നെ
ഞാനിങ്ങോട്ട് വഴക്കിന് വന്നാലും സമാധാനം പറഞ്ഞ് തൊഴുത് വിട്ടായിക്കേ പതിവുള്ളൂ. പക്ഷേ അങ്ങേയറ്റം പൊട്ടുമ്പോൾ ഞാനൊരു അടി കൊടുക്കുമെന്നൊക്കെ ആശാൻ പറയുന്നു. എന്തായാലും വീണ്ടും തുളസീധരനും ചന്ദ്രമോഹനും തമ്മിലുള്ള ആ ഒരു വാക്കുതർക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഫിലോമിനയാണെങ്കിൽ പ്രസന്നയുടെ അരികിലേക്ക് വരുന്നുണ്ട്. ചേച്ചി, കുഞ്ഞിനെ കൊടുത്തയക്കാൻ തന്നെയാണ് തീരുമാനം, കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കുമ്പം കല്ലുമോളെ പിരിയാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. അപ്പോൾ പിന്നെ മീനാക്ഷിയുടെ അവസ്ഥ പറയണമോ? അവൾ ഒരിക്കലും കല്ലുമോളെ കൊടുക്കില്ല. ഇവർ തോന്നുമ്പോഴൊക്കെ മോളെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുമ്പോൾ കല്ലുമോളെ ബലമായിട്ട് എന്തായാലും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ അച്ഛനെ ഒരു വക്കീൽ ഗുമസ്തനായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നിയമങ്ങൾ എനിക്കും അറിയാം. സ്വന്തം അമ്മയ്ക്കില്ലാത്ത എന്ത് അധികാരമാണ് അച്ഛനുള്ളത്? അതുകൊണ്ട് ചേച്ചി പേടിക്കാതെ ഇരിക്കും, കല്ലുമോളെ കൊണ്ടുപോയില്ലെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ന്യായം പറയാം, പക്ഷെ അവർക്കും അതുപോലെ ന്യായങ്ങൾ പറയാനുണ്ട് ഫിലോമിനെ. ചേച്ചി പിന്നിപ്പോൾ എന്താ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുക, മീനാക്ഷി കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട ഫിലോമിനെ, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അവളാണെങ്കിൽ ആകെ വിഷമത്തിലായിരിക്കും. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവൾ തകർന്നിരിക്കുന്നുണ്ടാവും എന്നൊക്കെ ഫിലോമിനയോട് പറയുന്നു. ഇതെന്തൊരു കഷ്ടമാണ്, ഇതൊക്കെ കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന് ഫിലോമിന പറയുന്നു. അങ്ങനെ തുളസി പറയുന്നുണ്ട്, സാറ് ഇവിടെ നിന്ന് സമയം പാഴാക്കാൻ നിൽക്കേണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക്, കല്ലുമോൾ എന്തായാലും തരില്ലെന്ന് പറയുമ്പോൾ അതെ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുഞ്ഞിനെ ഞങ്ങൾക്ക് വിട്ടുതരേണ്ട ഒരവസ്ഥ വരും. എന്തവസ്ഥ സാറേ? ഒരു കാര്യം ചെയ്യ്, കൊണ്ടേ കേസ് കൊടുക്ക്, എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് കാണാം. അതെ ഏട്ടാ, ഇതിനെ പച്ച മലയാളത്തിൽ ഒരു നാടൻ ചൊല്ലുണ്ട്, മുട്ടാപ്പൂക്ക് ന്യായം പറയുക എന്ന്. അതുപോലെ ചേട്ടൻ എന്നോട് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ താനൊക്കെ എന്താണോ ഈ പറയുന്നത്? ചേട്ടന് ഞങ്ങളോട് കുറച്ച് മനസ്സാക്ഷി കാണിച്ചു, ഇപ്പോഴും ചേട്ടന് മീനാക്ഷിയും കുറച്ച് മനസ്സാക്ഷി കാണിക്കണമെന്ന് പറയുമ്പോൾ താനൊക്കെ വന്ന് ചോദിക്കുമ്പോഴേ മനസ്സാക്ഷി കാണിക്കാനായിട്ട് ഞാനും എൻ്റെ മോള് മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൊന്നുമല്ല. പിന്നെ ഓരോ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ ആരും വിൽക്കുന്നുമില്ല. കല്ലുമോൾ അവൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് വിട്ടുതരാൻ കഴിയില്ല. ആ കുഞ്ഞിന് വിട്ടുതരാമെന്ന് പറയുന്നത് തന്നെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഈ സമയം സീതാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആശാനോട് സംസാരിക്കുകയാണ്. എന്താ ആശാനെ, എന്തായി കാര്യങ്ങൾ? ഇവിടെ വഴക്കുണ്ടാകുമോ? വഴക്കുണ്ടാവാനൊന്നും ചാൻസ് ഇല്ല, നമുക്ക് നോക്കാം, വഴക്കുണ്ടായാലും നമുക്ക് ഇടപെടാം എന്നൊക്കെ ആശാൻ പറയുന്നു. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് പ്രസന്ന വരുന്നുണ്ട്. എന്താ മോളെ മീനു, എന്താ സങ്കടം തോന്നുന്നുണ്ടോ? അമ്മേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മോള് ആകെ പേടിച്ച അവസ്ഥയിലാണ്. മോളെ ഇങ്ങോട്ട് തായോ. ഞാൻ മോള് അറിയാത്ത ആരോടെങ്കിലും പോകുമ്പോൾ അത് കുട്ടികൾ പിടുത്തക്കാരാണെന്ന് പറയും. ചന്ദ്രമോഹൻ സാറിനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. മോള് വിഷമിക്കാതെ ഇരിക്കും. അച്ഛൻ എന്ത് കാരണവശാലും കുഞ്ഞിനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന് പ്രസന്ന പറയുന്നു. അങ്ങനെ കുഞ്ഞിനെയും വാങ്ങി പ്രസന്നയാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. മീനു ആണെങ്കിൽ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട് തുളസീധരനോട്, എനിക്ക് മീനാക്ഷിയെ കണ്ടൊന്നും സംസാരിക്കണം. അങ്ങനെ മീനാക്ഷിയെ കാണാനൊന്നും ഇനി പറ്റില്ല. അതെന്താ ചേട്ടാ അങ്ങനെയൊരു സംസാരം? മീനാക്ഷിയെ ഞാൻ എപ്പോൾ വരുമ്പോഴും കാണുന്നതല്ലേ, മീനാക്ഷിയെയും കുഞ്ഞിനെയും എനിക്ക് കണ്ടേ മതിയാകൂ. അങ്ങനെ എൻ്റെ മോളെ ഇപ്പോൾ തൻ്റെ മുന്നിലേക്ക് വരാൻ സൗകര്യമില്ലെങ്കിലോ, ഇവിടുത്തെ അവസാനത്തെ വാക്ക് എൻ്റേതാണെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, എന്നാലും ചേട്ടാ മീനുവിനെ ഒന്ന് വിളിക്കുകയും. അങ്ങനെ ചന്ദ്രമോഹൻ പോകുന്നില്ലെന്ന് കാണുമ്പോൾ മീനു മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. അങ്ങനെ മീനാക്ഷി വരുന്നുണ്ട്. മീനാക്ഷിയെ കാണുമ്പോൾ തന്നെ ചന്ദ്രമോഹനാണെങ്കിൽ വല്ലാതെയാവുകയാണ്. അവളാണെങ്കിൽ ആകെ കരഞ്ഞു തളർന്ന അവസ്ഥയിലാണ് വരുന്നത്. മീനാക്ഷി, കുഞ്ഞിൻ്റെ കാര്യം പ്ലീസ് സാർ എന്നോടൊന്നും പറയരുത്. സാർ ഇപ്പോൾ പോകുന്നതായിരിക്കും നല്ലത്. അത് പിന്നെ കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മീനാക്ഷിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, എനിക്കിപ്പോൾ ഒന്നും തലയിൽ കയറില്ല. സാറ് പോയിട്ട് പിന്നീട് വാ, അതായിരിക്കും നല്ലതെന്ന് പറയുന്നു. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ അകത്തേക്ക് കയറിപ്പോവുകയാണ്. ഇപ്പോൾ സാർക്കുള്ളതൊക്കെ കേട്ടല്ലോ, പോയിക്കോ. ചന്ദ്രമോഹനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. എല്ലാവർക്കും കല്ലുമോളെ വിട്ടുകൊടുക്കാൻ ഒത്തിരി പ്രയാസമാണിപ്പോൾ. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.